അമ്മയ്ക്ക് ആഹാരത്തിന് രുചി ഉണ്ടാവില്ല, ഛർദ്ദിക്കാൻ വരുവാണ്, ഒന്നും സ്മെല്ലടിക്കാൻ നിവൃത്തിയില്ല, കഴിക്കുന്ന ആഹാരം ഛർദ്ദിക്കുകയാണ്, ശരീരം വിളറി വരുന്നു, ശരീരം ക്ഷീണിച്ചു വരുന്നു, നടക്കാൻ വയ്യ, തലകറങ്ങുന്നു. പണ്ടത്തെ കാലത്തൊക്കെ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രഗ്നൻസി എന്നറിയാൻ തൊട്ടിട്ട് ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സ്കാനിങ് ചെയ്ത് പിന്നെ എല്ലാം 10 മാസം വരെയും കംപ്ലീറ്റ് റെസ്റ്റിൽ തന്നെയാണ് കൂടുതൽ ആൾക്കാർ. എന്നുവെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസും കാണുന്നുണ്ട്. അതനുസരിച്ചാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടി അവിടെ വളർന്ന് വന്ന കിടക്കുന്ന 7 മാസം 10 മാസം എല്ലാം ഫുൾ ഫോം ചെയ്തു വരും. ആ കുട്ടി അനുഭവിക്കുന്ന ദുഃഖം അത് നല്ലതായിട്ടാണ് ഭഗവതി വിവരിച്ചിരിക്കുന്നത്. മലമൂത്ര വിസർജനം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എല്ലാം ഒരു നമ്മൾ പറയില്ലേ, നരകത്തിൽ കൊണ്ടിട്ടിട്ട് ആ കൃമികടി എല്ലാം കൊണ്ടിട്ട് നമ്മളെ അതിൽ തന്നെ പിടിച്ചിടും, പിന്നെ അതിൽ കിടന്ന് അത് തന്നെ കുടിക്കണം. അതുപോലെ ഇതിൽ കിടന്ന് വട്ടം കറങ്ങാണ്, കൂരി ഇരുട്ട്, പുറത്തു പോകാൻ ഒരു രക്ഷയില്ല. ഈ അമ്മ കഴിക്കുന്ന പിന്നെ ആഹാരത്തിൻ്റെ കാര്യം ചോദിക്കേ വേണ്ട. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനം വേണം, എരിവും പുളി ഇങ്ങനെ കത്തുന്ന മുളകുള്ള സാധനം വേണം. അമ്മയ്ക്ക് അതാ വായിക്കും സ്വാദ്. അപ്പൊ നാവിനെ തൃപ്തിപ്പെടുത്താനായിട്ട് അമ്മ അത് കഴിക്കും. പക്ഷെ ഈ അകത്ത് കിടക്കുന്ന കുട്ടി, ചെറിയ കുട്ടി പ്രസവിച്ച് പുറത്ത് വന്നാൽ തന്നെ അതിൻ്റെ തൊലിയൊക്കെ എത്ര മർദ്ദമാണ്. അപ്പൊ അകത്തിൽ കിടക്കുന്ന കുട്ടിക്ക് അമ്മ കൊടുക്കുന്ന ഭക്ഷണം, ഈ ട്യൂബ് വഴി കൊടുക്കുന്ന ശരീരത്തിന് അതിന് നീറുകയാണ് അവിടെ കിടന്നിട്ട്, അത് എരിവരി കൊള്ളുവാണ്. അപ്പൊ അതെന്താ ചെയ്യും? കൂടുതൽ മൂവ്മെന്റ്സ് ഉണ്ടാക്കും. നമ്മൾ ഒരു തരം പിരിപിരിപ്പാകും. അപ്പൊ നമ്മൾ പറയും, നല്ലോണം അങ്ങനെ ഉണ്ട് കേട്ടോ, നല്ല വെടുക്ക കുട്ടി, ആൺകുട്ടിയെ തോന്നുന്നു. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറയും. പക്ഷെ കുട്ടിക്ക് ഈ സഹിക്കാൻ വയ്യാതെ കുട്ടി കിടന്ന് അവിടെ പറഞ്ഞത്. അതാണ് അതിൻ്റെ കാര്യം. പിന്നെന്താ ചെയ്യുന്നത്? അപ്പൊ അവിടെ കിടന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടുക, എൻ്റെ ഭഗവാനെ നീ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വിടണേ, ഞാൻ അങ്ങയുടെ നാമം ചൊല്ലിക്കൊള്ളാവേ ഭഗവാനെ, എനിക്ക് ഇവിടെ കിടന്ന് മതിയായേ, എത്ര ദിവസം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കും. ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അവസാന സമയമാകുമ്പോൾ തന്നെ നല്ല കർമ്മം ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ ഭഗവാൻ അമ്മയുടെ എന്താ പറയുന്നത് പുറത്തേക്ക് വരുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ആ ഇടുങ്ങിയ വഴി കൂടെ അമ്മയുടെ ഇതിൽ കൂടെ പുറത്തേക്ക് കുട്ടി വരുമ്പോൾ അമ്മയ്ക്ക് വിഷമം, ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്. കുട്ടി നല്ല കർമ്മം ചെയ്ത അമ്മയും ആ കുട്ടിയുടെ ജീവനും ആണെങ്കിൽ ജീവൻ അപകടമില്ലാതെ പുറത്തു വരും. അത് വലിയ ഒരു തന്നെയാണ്. ലോകത്ത് ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ പ്രസവിച്ച എല്ലാ അമ്മമാർക്കും അറിയാം, പ്രസവ വേദന. അതിനെ കൂടുതൽ ലോകത്ത് ഒരു വേദനയില്ല. അപ്പൊ ചുരുക്കി പറയുന്നത് അമ്മയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ അമ്മ എത്ര വേദന സഹിച്ച്, അമ്മയ്ക്ക് ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, പിന്നെ നടുവേദന വരുന്നു, കാലുവേദന വരുന്നു, പ്രസവ സമയത്തുള്ള കാര്യം പിന്നെ പറയേ വേണ്ട. അപ്പൊ ആ അമ്മ ആ പ്രഗ്നൻസി സമയത്ത് ഗർഭാവസ്ഥയില് നാമജപം ചെയ്യുക, നല്ല കഥകൾ വായിക്കുക, അമ്പല ദർശനത്തിന് ചെയ്യുക, അറിയാവുന്നവരുടെ നല്ല കാര്യം മനസ്സിലാക്കുക. പിന്നെ നല്ല ചിന്തയാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മുടെ മനസ്സും ശരീരം ശുദ്ധി അത് വേണം. ശരീരം പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ആ സമയത്ത് നല്ല പോഷകാംശമുള്ള ഭക്ഷണ സാധനങ്ങൾ. ചിലപ്പോൾ അതിൻ്റെ രുചി ഇഷ്ടപ്പെടില്ല, ഛർദ്ദിച്ചെന്നിരിക്കും, സാരമില്ല, കഴിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് അണ്ടർ വെയിറ്റ് വരും. ഒരു നോർമൽ ബേബി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2.5 2.5 കിലോഗ്രാം വെയിറ്റ് വേണം. നോർമൽ ഒരു കണക്ക് വെച്ചിരിക്കുന്നതാണ്. അതിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറഞ്ഞ കുട്ടിയെന്ന് പറയും. പിന്നെ ചിലവർ മാസം തികയാതെ പ്രസവിച്ചു പ്രിമേച്ചർ ബേബി എന്ന് പറയും. അപ്പോൾ അതൊക്കെ വരാതിരിക്കുക, അതിനാണ് പ്രാർത്ഥന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ എന്നെ തരട്ടെ. പിന്നെ ഓരോരുത്തർ ചെയ്ത കർമ്മഫലം പോലെയാണ് ഓരോന്നും വരുന്നത്. പിന്നെ കുട്ടിയുടെ കെയർ. ഈ അമ്മ പ്രസവിച്ചതിന് ശേഷവും പ്രസവിച്ച ഉടനെ ആ അമ്മിഞ്ഞപ്പാൽ എന്ന അമൃത് അമ്മയാണ് കൊടുക്കുന്നത്. ഒരമ്മയ്ക്ക് അതിന് പറ്റുള്ളൂ, ഇല്ലേ? പിന്നെ കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്യൂബ് ഇട്ടിട്ട് കൊടുത്തിരുന്നത് നമ്മുടെ പുക്കിൾക്കുടി എന്ന് മലയാളത്തിൽ വിശേഷിപ്പിക്കുന്നത്. അത് കുറിച്ച് അമ്മയുടെയും കുട്ടിയുടെയും ബന്ധം വേറെയാക്കി. പക്ഷെ ജീവിതകാലം മുഴുവൻ അമ്മയും മക്കളും കൂടെയുള്ളൊരു ബന്ധം നമ്മുടെ പുക്കിൾക്കുടിയാണ്, ഇല്ലേ? അമ്മയുടെ ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ബാക്കി എന്തൊക്കെ എവിടെയൊക്കെ പാടുകൊണ്ട് എല്ലാം മാന്യവും. പക്ഷെ ഈ പുക്കിളിന്റെ സ്ഥാനം അവിടുത്തെ അത് നമുക്ക് പോവില്ല. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ അമ്മ, അതാണ് അവിടെ ഓർക്കേണ്ടുന്നത്. പിന്നെ ഈ അമ്മ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് സങ്കടമല്ല, അമ്മ അവർക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. കുട്ടിയുടെ മുഖം കാണുമ്പോൾ ഈ പ്രസവവേദനയൊക്കെ അവർ മറന്നു പോകും. ആദ്യത്തെ കുട്ടിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറന്നു. അതിൻ്റെ പുഞ്ചിരി ഇതും കുട്ടി എങ്ങനെ അമ്മയെ നോക്കുന്നതും അവരതിനെ ഫീഡ് ചെയ്യുന്നതും പാല് കൊടുക്കുന്നതും കുട്ടി ഇങ്ങനെ കളിക്കുന്നതും അവർ പിന്നെ മെല്ലെ വേദനയൊക്കെ മറക്കാൻ തുടങ്ങും. പിന്നെ കുട്ടിയും കൊണ്ടിട്ട് അവർ കട്ടിലേക്ക് കിടക്കില്ല, പക്ഷെ കുട്ടി താഴെ വീണാലോ, അപ്പൊ അവര് നിലത്ത് വിരിച്ചു കിടക്കും. പിന്നെ പറയും കുട്ടിയുടെ മലമൂത്ര വിസർജനത്തിന് ഈ അമ്മ കിടക്കും എന്നാണ് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ
ഇപ്പൊ നമുക്ക് ഡൈപ്പറും പാമ്പറും സ്നഗ്ഗീസൊക്കെ വന്നു. അന്ന് എന്താ നമ്മൾ തുണികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മൂത്രാവും. പിന്നെ പാല് കൊടുത്തു കഴിഞ്ഞ് മുട്ട എടുത്തിട്ട് അതിനൊന്ന് കാറ്റ് താക്കാണ്ട് പുറത്ത് തടുമ്പി അത് വിടപെടാ നമ്മുടെ ദേഹത്ത് കൂടെ ഛർദ്ദിക്കും. പിന്നെ നമ്മൾ പറയില്ല, എടുത്ത് നമ്മൾ കൊഞ്ചിച്ച് അങ്ങോട്ട് പൊക്കുമ്പോൾ ദേഹത്ത് കൂടി ആയിരിക്കും വായുകൂടിയും തലകൂടി ആയിരിക്കും മൂത്രം ഒഴിക്കുന്നത്. അതുപോലെ മലവിസർജനം കുട്ടിക്ക് അറിയില്ലല്ലോ. അന്നിങ്ങനെ മറ്റത് കെട്ടലി ഹഗ്ഗീസിന്റെ ഒന്നും പരിപാടിയില്ല. അപ്പൊ അത് നമ്മുടെയൊക്കെ ദേഹത്താവും. അമ്മ അതെല്ലാം സഹിച്ചു. ഏതെങ്കിലും അമ്മ കുട്ടി ദേഹത്തേക്ക് ഛർദ്ദിച്ചാൽ ഞാൻ കുടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഡ്രസ്സ് എടുത്തിട്ടാ നീ എന്റെ ദേഹത്ത് ഛർദ്ദിച്ചു, ആരെങ്കിലും അമ്മമാര് കുട്ടിയെ തല്ലോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് സന്തോഷമാണത്, ഇല്ലേ? അങ്ങനെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് കുട്ടിയുടെ ആദ്യത്തെ ഗുരു, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അമ്മയാണ്. അമ്മയെന്നാണ് കുട്ടി ആദ്യം പഠിക്കുന്നത് കാര്യങ്ങൾ. പിന്നെ ആ കുട്ടി വളർന്നു വരുന്നതനുസരിച്ച് ആ വീട്ടിലെ ചിട്ടകളനുസരിച്ചും അവരുടെ സംസ്കാരം അനുസരിച്ചും ആ കുട്ടിയെ ഒരു നല്ല പൗരനായിട്ട് വളർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പിന്നെ വളരുന്നതനുസരിച്ച് അവർക്ക് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ബോധം വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അവർക്ക് അത്രേ അറിയുള്ളൂ. അവർക്ക് കളിക്കണം, ചാപല്യമാണ് അവരൊരു കണക്കിൽ പറഞ്ഞ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കുരങ്ങന്മാരുടെ അതുപോലെ അത്ര. കുരങ്ങന്മാർ ഒരിടത്ത് ഇരിക്കുക, തലച്ചൊറിയും, എന്തെങ്കിലും കണ്ടതിനെ എടുക്കും, വിഴുങ്ങും, അവിടെ തട്ടിപ്പരത്തും, എന്താ തോന്നിച്ചാൽ അത് ചെയ്യും. മോളിൽ കയറണമെങ്കിൽ തോന്നും, ചിലപ്പോൾ അതിൻ്റെ തുണി എടുത്ത് കീറാനാ തോന്നുക, തുണി നമ്മളെ തോരയിടുന്നതൊക്കെ. അങ്ങനെ ചാപല്യം, അത് ചഞ്ചലത കാണിക്കും അത്ര. കുട്ടികൾക്ക് അറിയില്ല അവര്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, ആ കുട്ടികള് ഭഗവാന്റെ രൂപമാണ്, അല്ലേ? നമ്മളെങ്ങനെയാ പറയുക? ചെറിയ കുട്ടികളുടെ പറയോ എന്തോ ഒരു പതിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. കളങ്കം ഇല്ല അവർക്ക്, നിർമ്മലമായ മനസ്സ്. വളർന്നു വരുന്തോറും ഈ കാണുന്ന ചപ്പും ചവറും ഉള്ള വേസ്റ്റും പഞ്ചായത്തുകാർക്കും കൊടുക്കണില്ല, ആർക്കും വലിയ വേസ്റ്റും ഫുഡും എല്ലാം പ്ലാസ്റ്റിക്കും എല്ലാം നമ്മുടെ വയറ്റിലേക്ക് പോവുകയാണ്. മനസ്സിൽ അതുപോലെ കയറാം. അപ്പൊ എന്താ, എല്ലാ കാപട്യങ്ങളും പറഞ്ഞു മായ നമ്മളെ ആഭരണം ചെയ്യുന്നു. പിന്നെ ദുഷ്ടപ്രവൃത്തികളെ കൂടെ തുടങ്ങുകയാണ്. പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവാ, ഇതൊക്കെ പരിപാടികൾ. അപ്പൊ